ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത് കേട്ടോ. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 3 സബോള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 തക്കാളി കൂടി ഇട്ട് കൊടുക്കണം. സബോള നന്നായി വഴറ്റി വന്നതിന് ശേഷം 2 തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ സബോള നന്നായി വഴറ്റി വരുന്നുള്ളൂ കേട്ടോ. സബോള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ സെറ്റ് ആയിട്ട് സബോള. ഇനി 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കണേ. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കൊരു 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ വെച്ചാൽ മസാലകളുടെ ഒരു പച്ചമണം മാറി കിട്ടുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഏകദേശം ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് മസാലയുടെ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ മസാല നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ പോയി നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ എല്ലാതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മസാലയിലൊന്ന് മിക്സ് ചെയ്യാം. ഒരു 3/4 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ തിളപ്പിച്ച് വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയണേ. കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണേ. ഇനിയിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറവ് മതി അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഡാൽഡി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സബോള ഇട്ട് കൊടുത്തു, ഏകദേശം ഒരു ചെറിയ സബോള. പിന്നെ നമ്മൾ ജാതി പത്രിക ഇട്ട് കൊടുത്തു. പിന്നെ ഗ്രാമ്പൂ പട്ട ഏലക്കായ അതൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പം നമ്മളെ ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നമ്മളിപ്പോൾ എത്ര അരി എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഡബിൾക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പ് എത്രയും വേണ്ടത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളൊന്ന് വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ അളവ് അറിയാൻ കഴിയും. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അരി ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അരി ഇട്ട് കൊടുത്തു. ഞാനൊരു 3/4 കിലോ അരിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എൻ്റെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ. എന്നാലാണ് എനിക്ക് എൻ്റെ വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ അരി നന്നായി ഇളക്കി കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല കുറുകിയ ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറ് സെറ്റായിട്ടാണ്. ഇനി നമ്മൾ അതിൻ്റെ മേലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റും അരിഞ്ഞ് വെച്ച മല്ലിയില ഇട്ട് കൊടുക്കണേ. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടുന്നില്ല നെയ്ച്ചോറിലേക്ക്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി കുറച്ച് നെയ്യ് നമുക്ക് മേലെ തൂവി കൊടുക്കാം കേട്ടോ. ഇപ്പം നന്നായി അടച്ചു വെച്ചു. ഇനി എന്തെങ്കിലും ഒരു വെയിറ്റ് കയറ്റി വെക്കണം കേട്ടോ അതിൻ്റെ മേലെ. ഇപ്പം നമ്മൾ ചിക്കൻ സെറ്റായി വന്നിട്ടുണ്ട്, നല്ല കുറുകിയ ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി നമ്മളിപ്പോൾ ഒന്ന് ഉള്ളി വറുത്തിടാൻ പോവുകയാണ് ചിക്കനിൽ. കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് വറുത്ത് ഇട്ടു. ചിക്കൻ കറി സെറ്റായിട്ടാ. നല്ല അടിപൊളി ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളെ നെയ്ച്ചോറും സെറ്റായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നെയ്ച്ചോറിൻ്റെ.
നെയ്ച്ചോറൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തു. അപ്പം നമ്മൾ ചിക്കൻ 65 ഉണ്ടായിരുന്നു, അപ്പം അതും വെച്ചു കുറച്ച്. പിന്നെ ചിക്കൻ്റെ കറി വെച്ചു, പിന്നെ കുറച്ച് ചമ്മന്തി, പിന്നെ നമ്മൾ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിരുന്നു, അതും കൂടി വെച്ച്. ഇനി നമുക്ക് കഴിക്കാം കേട്ടോ ചിക്കൻ.